ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്റ്റേറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി, പുലരി ചിൽഡ്രൻസ് വേൾഡ് തുടങ്ങിയവയുടെ ഭാരവാഹിയായിരുന്നു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവാണ്. കൂടാതെ സംഗീത ചേനമ്പുള്ളി, കവിയും അധ്യാപികയുമാണ് സംഗീത ചേനമ്പുള്ളി. സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു സെഷൻ നയിക്കുന്നതിന് വേണ്ടി CR ദാസാറിനെയും സംഗീത ചേനമ്പുള്ളി മാമിനെയും വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് തുടങ്ങിയാലോ? സമയനിഷ്ഠ പാലിക്കണ്ടേ? ടൈം മാനേജ്മെൻറ്റ് അല്ലേ? സത്യത്തിൽ ടൈം മാനേജ്മെൻറ്റാണ് പുതിയ തലമുറ നമ്മുടെ നാട്ടിൽ കൂടുതൽ പഠിക്കേണ്ടത്. എന്തെങ്കിലും ആവട്ടെ, ഇവിടെ 1 മണിക്കൂറാണ് നമുക്ക്. ചെറിയ വിഷയങ്ങളാണ് നമുക്ക്. ശാസ്ത്രം, സാഹിത്യം, പിന്നെ ഭാവന. കുട്ടികൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് സംസാരിക്കാനാണ് ഞങ്ങൾ കൂടുതൽ സമയം തരുന്നത്. 5 മിനിറ്റ് വൈകി അല്ലേ? അപ്പോൾ എന്തായാലും ശരി, ഞങ്ങൾ പകുതി സമയം രണ്ടാളും കൂടി എടുക്കുള്ളൂ. അപ്പോൾ പ്രധാനമായിട്ടും ഞാൻ കൊച്ചു കഥയിലൂടെ അങ്ങോട്ട് തുടങ്ങുക. കഥ കേൾക്കുമ്പോൾ ഒരു രസമുണ്ടല്ലോ. വലിയ കഥ പറയാൻ സമയമില്ല. ഇതാ നമ്മുടെ പള്ളിയറ സാറ് എത്തിയിട്ടുണ്ട്. സന്തോഷം. പിന്നെ കഥ വളരെ ചെറിയ കഥ. എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിലൊരു കുട്ടി, ഇത് പല കുട്ടികളെ എനിക്കിഷ്ടമുണ്ട്. ഒരു ചേച്ചിക്കുട്ടി വീടിൻ്റെ മുമ്പിലൊരു ചെമ്പരത്തിക്കമ്പ് നട്ടു. കഥ ചുരുക്കി പറയാണ് കേട്ടോ. ചെമ്പരത്തിക്കമ്പ് നട്ടിട്ട് അത് വലുതായി, ഇലകളുണ്ടായി, മൊട്ടുണ്ടായി, പൂക്കളുണ്ടായി. ചെമ്പരത്തിപ്പൂവിൻ്റെ നിറം എന്താ? ചുവപ്പ് അല്ലേ? അപ്പം ഇങ്ങനെ ചെമ്പരത്തിപ്പൂ ഇങ്ങനെ വിടർന്ന് നിൽക്കുമ്പോൾ കുട്ടി എന്ത് ചെയ്തു എന്നറിയോ? ചെമ്പരത്തിയുടെ കടയ്ക്കലൊരു കൊച്ച് മുല്ല വള്ളി കൊണ്ട് നട്ടു. മുല്ലവള്ളിക്കും 2 കൂട്ടരും വെള്ളമൊഴിച്ചു വളർത്തു വിട്ടാ. എന്നിട്ട് മുല്ല വഴി പടർന്നു കയറി ആരുടെ പേരിൽ? ചെമ്പരത്തിയുടെ പേരിൽ. മുകളിലെത്തി മുല്ലയും മുട്ടിട്ടു, പൂവിട്ടു. നോക്കിയപ്പോൾ ഉണ്ടല്ലോ, എന്തൊരു ഭംഗിയാ ചേച്ചി പൂവിന്, ചെമ്പരത്തി പൂവിന്. നോക്കിയിട്ട് പറഞ്ഞു, ചേച്ചിയെ കാണാൻ എന്ത് ഭംഗിയാന്ന്. അപ്പോഴാണ് മുല്ല ചെമ്പരത്തി ചോട്ടിലേക്ക് നോക്കുന്നത്. നോക്കുമ്പോൾ മുല്ല, വെളുത്ത പൂവ് മാത്രമല്ല നല്ല മണവും. സന്തോഷമായി. അപ്പോൾ പറഞ്ഞു, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് മാത്രമല്ല, നിന്നൊക്കെ നല്ല മണമുണ്ട് എന്ന് പറയും. അവർ കെട്ടിപ്പിടിച്ചു. ആകാശത്തേക്ക് നോക്കി. ആകാശത്തേക്ക് നോക്കിയപ്പോൾ നീലാകാശം കണ്ടു, മേഘങ്ങൾ കണ്ടു, നക്ഷത്രങ്ങൾ കണ്ടു. ഇതൊക്കെ കണ്ട് 2 ആൾക്കാരും പറഞ്ഞു, നമുക്ക് ചിറകുകൾ 2 വീതം കിട്ടിയിരുന്നെങ്കിൽ ആകാശത്തേക്ക് പറക്കായിരുന്നു, പ്രപഞ്ചങ്ങളിലേക്ക് പറക്കാമായിരുന്നു എന്ന് പറഞ്ഞു എന്നാണ് കഥ. ഈ കഥയിൽ 2 വിഷയങ്ങൾ നമ്മളുടെ ഇന്നത്തെ ഉണ്ട്. അതിലൊരു വിഷയം ശാസ്ത്രമാണ്. ആ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എവിടെ ചെന്നെത്തിക്കുന്നത്? ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അമ്പിളിമാമനായിരുന്നു ആകാശത്തുള്ള വിസ്മയം. അമ്പിളിമാമനായിരുന്നു. അമ്പിളിമാമ കൊടവയറ അമ്പൊടു താഴെ വരാമോ നിന്ന് എന്നൊക്കെ ഞങ്ങൾ പാടി നോക്കിയിട്ടുണ്ട്. ഇപ്പം അങ്ങനെയല്ല. കൂട്ടുകാരെന്തൊക്കെയാണ് മനസ്സിലാക്കുന്നത്? കൂട്ടുകാർ മനസ്സിലാക്കുന്ന നക്ഷത്രങ്ങൾ, പ്രപഞ്ചം, പ്രപഞ്ചങ്ങൾ. പ്രപഞ്ചം എന്ന് പറയുമ്പോൾ അതിൽ നക്ഷത്രവും ഗ്രഹവും ഉപഗ്രഹവും ഒക്കെ ഉണ്ട്. അങ്ങനെയല്ല ഇപ്പോൾ കാണുന്നത്. ശുക്ലൻ ഇന്നലെ ഇവിടെ എത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇപ്പോൾ നമ്മൾ കാണുന്നത്, നിങ്ങൾ കാണുന്നത്, ഞങ്ങൾ പഠിക്കാത്ത കാര്യങ്ങൾ, ഞാനും സംഗീതമൊക്കെ പഠിക്കാത്ത കാര്യങ്ങൾ, പ്രപഞ്ചങ്ങളെ പറ്റി പഠിക്കാൻ ശ്രമിക്കുകയാണ്. എന്ത് ഭാഗ്യമല്ലേ!
അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ആ ശാസ്ത്ര ലോകം എത്ര അത്ഭുതമാണ് എന്ന് കൂട്ടുകാർ മനസ്സിലാക്കാൻ വേണം. അതുതന്നെയല്ല അതിൻ്റെ ഭാവനകൾ. മനസ്സിലായോ? ഈ ശാസ്ത്രം പഠിക്കുമ്പോൾ അതിൻ്റെ ഭാവനകൾ. ഇപ്പോൾ ശാസ്ത്രത്തെ പറ്റി പറയുമ്പോൾ, സംഗീതം പറയാൻ പോകുന്ന ഒരു പ്രധാന കാര്യം കൃഷിയെ പറ്റിയിട്ടാണ്. ഞാനും ഒരു കൃഷി, അതുപോലെ തന്നെ മൃഗശാസ്ത്രമൊക്കെ പഠിപ്പിക്കുന്ന സർവകലാശാലയിൽ ആയിരുന്നു ഞാനും എന്നുള്ള സന്തോഷം കൂട്ടുകാരെ നിങ്ങളായിട്ട് പങ്കിടുകയാണ്. അപ്പം അതുകൊണ്ട് പറയുകയാണ്, ഈ ഭാവനകൾ ശാസ്ത്രത്തെ ഉയർത്തുന്നതിന് സഹായിക്കും എന്നുള്ളതാണ്. പണ്ട് അങ്ങനെയൊന്നും മോഹമൊന്നുമില്ലല്ലോ. സയൻസ് എന്നൊക്കെ പറഞ്ഞാൽ, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ വേണ്ടത്ര മനസ്സിലാക്കുന്ന സ്ഥിതിയില്ല. ഇപ്പം ഇതങ്ങനെയല്ല. പ്രകൃതിയെ പറ്റി പഠിക്കണം, പ്രകൃതിയിൽ നിന്ന് പഠിക്കുക, നമ്മൾ പരമാർത്ഥങ്ങൾ, സത്യങ്ങൾ എന്ന് നമ്മൾ പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. പക്ഷെ അവിടേക്കൊക്കെ എത്തുന്നത് ഭാവനയുടെ ഭാഗം ആയിട്ടാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയുള്ള ഭാവനകൾ ഉണ്ടാകുന്നതിൽ സാഹിത്യത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. സാഹിത്യത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളോടെല്ലാം ചോദിച്ചാൽ 2 വരി കവിതകൾ ഉള്ളൂർ പാടിത്തന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആർക്കെങ്കിലും ഒന്ന് പാടിത്തരാൻ പറ്റുമോ? കാക്കയെ പറ്റിയിട്ട് പറഞ്ഞ 2 വരികൾ ഉള്ളൂരിൻ്റെ. കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ, നിന്നുടെ കയ്യിലെ നെയ്യപ്പം, ഇല്ല തരില്ല നെയ്യപ്പം, അയ്യോ കാക്കയെ പറ്റിച്ചോ എന്നാണ്. മനസ്സിലായോ? ഇതറിയാത്തവർ വലിയൊരും ഇല്ല, ചെറിയൊരും ഇല്ല. അപ്പോൾ ഓരോ കാര്യത്തിനും അങ്ങനെയാണ്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ പാടി വരാൻ നമുക്ക് സമയമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കില്ല. അപ്പോൾ സാഹിത്യത്തിൻ്റെ കാര്യത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉന്നതങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും അതിനെപ്പറ്റി പറയുന്നില്ല. നിങ്ങൾക്കറിയാം, നമ്മുടെ മലയാള സാഹിത്യത്തിൽ കുട്ടികൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആളാരാണ്? പറയൂ. കുഞ്ഞുണ്ണി മാഷാണ്. മനസ്സിലായി? ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആൾ കുഞ്ഞുണ്ണി മാഷാണ്. കുട്ടികളും അതെ, മുതിർന്നവരും അതെ. പക്ഷെ അതേ സമയത്ത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറെയും എഴുത്തുകാരുണ്ടല്ലേ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് മനോഹരമായിട്ട് കഥകൾ എഴുതിയത്, നോവൽ എഴുതിയത്, കവിതകൾ എഴുതിയ ആയിട്ടുള്ള ഒട്ടേറെ ആൾക്കാരുണ്ട്. അവരെല്ലാവരെയും ഞാൻ നിങ്ങളോട് പരാമർശിക്കുന്നില്ല. പക്ഷേ എങ്കിലും കുട്ടികളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട രസകരമായ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് വായനയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഉണ്ണിക്കുട്ടൻ്റെ ലോകം ഒക്കെ തന്നെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കുകയാണ്. അത് നമ്മളെ കൊണ്ടു ചെന്ന് എത്തിക്കുന്നത് എവിടേക്കാന്നുള്ളതാണ്. നിങ്ങളിലാരെങ്കിലും അമ്മ വായിച്ചിട്ടുണ്ടോ? മാക്സിം ഗോർക്കിയുടെ മദർ. എത്തിയിട്ടില്ലേ അങ്ങോട്ട്? മാക്സിം ഗോർക്കിയുടെ അമ്മ വായിച്ചിട്ടുണ്ടോ? എത്തിയിട്ടില്ല. വായിക്കണം കേട്ടോ. ഇത് കഴിഞ്ഞാൽ നമ്മൾ കുറേ അങ്ങനെ ചില തിരഞ്ഞെടുപ്പുകളൊക്കെ വേണം. അതുപോലെ തന്നെ യുദ്ധവും സമാധാനവും. പക്ഷെ അത് ബാലസാഹിത്യം അല്ലെങ്കിലും ശരി, നമുക്കെല്ലാം വായിച്ചാൽ കൂടുതൽ മനസ്സിലാവും എന്ന സ്ഥിതിയുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് തന്നെയല്ല, അങ്ങനെ വായിച്ചു പോകുമ്പോഴോ, ഇപ്പം നമ്മൾ അക്കാഡമിയുടെ ഹാളിന് പേരിടാൻ എന്താ പേര്? കേട്ടില്ല. ഒരാളുടെ പേരിപ്പോൾ ഇടാൻ പോവാ. ഇട്ടു കഴിഞ്ഞു. MT. മനസ്സിലായോ? MT വാസുദേവൻ നായരുടെ പേരാണ് നമ്മുടെ സാഹിത്യ അക്കാദമിയുടെ വലിയ ഹോളിന്. അപ്പം നമ്മുടെ ലൈബ്രറിക്കും ഒരു പേരുണ്ട് കേട്ടോ. സാഹിത്യ അക്കാദമിയുടെ ലൈബ്രറി സർവകലാശാലകളൊക്കെ പഠിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ആ ലൈബ്രറിക്കും ഒരു പേരിട്ടിട്ടുണ്ട്. എന്താണ് പേര്? ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനത്തിൻ്റെ പേരിട്ടുണ്ട്. എന്തേ പേരിടാൻ കാരണം? മനുഷ്യ ജീവിതത്തെപ്പറ്റി, ശാസ്ത്രത്തെപ്പറ്റി, ഭാവനയെപ്പറ്റി എഴുതുക മാത്രമല്ല,
3 കാര്യം നേടാനുള്ളൊരു വലിയ ശ്രമമുണ്ട്. കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് നമുക്കാവശ്യം സ്നേഹമാണ്. അല്ലേ? അല്ലേ? നമുക്കാവശ്യം സ്നേഹം. സ്നേഹം മാത്രം മതിയോ? ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയുന്നുള്ളൂ. നമുക്കാവശ്യം സമാധാനമാണ്. നമുക്കാവശ്യം സമാധാനമാണ്. നമുക്കാവശ്യം സന്തോഷമാണ്. ഇത് 3 നമുക്കാവശ്യം. കുട്ടികൾക്ക് ആവശ്യം അതാണ്, സ്നേഹവും സമാധാനവും സന്തോഷവും. ഇതൊക്കെ ഉണ്ടെങ്കിൽ അറിവിൻ്റെ ലോകത്തിലേക്ക് എത്തും. അറിവിൻ്റെ കേദാരഭൂവിൽ വിളയുന്ന കനിയാണ് ജീവിതം കൂട്ടുകാരി. അറിവിൻ്റെ ഒന്ന് പാട്. അറിവിൻ്റെ കേദാരഭൂവിൽ വിളയുന്ന കനിയാണ് ജീവിതം കൂട്ടുകാരെ. ആ കനി നമുക്ക് വേണം ധാരാളം. മനസ്സിലായോ? പക്ഷേ ഇപ്പം നിങ്ങളെ ഞാനൊന്ന് ദുഃഖിപ്പിക്കാൻ പോവാണ്, നിങ്ങളെ ഒന്ന് വേദനിപ്പിക്കാൻ പോവാണ്. എനിക്ക് നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ ഗാസയിലെ നമ്മുടെ കൂട്ടുകാരെക്കുറിച്ച്. ആരാ പറഞ്ഞേ? ഒന്ന് എഴുന്നേറ്റ് വെക്കൂ. നല്ല കാര്യമാണ് പറഞ്ഞത്. ഗാസ എന്ന് കേട്ടപ്പോൾ എൻ്റെ കൂട്ടുകാരൻ, എന്താ കൂട്ടുകാരൻ്റെ പേര്? കേട്ടില്ല? രാമേന്ദ്രൻ, പ്രേമേന്ദ്രൻ അല്ലേ? പരമേശ്വരൻ. ഞങ്ങൾക്ക് അവിടുന്ന് ഇങ്ങോട്ട് കേൾക്കാത്തിരി വിഷമമുണ്ട് കേട്ടോ. പരമേശ്വരൻ പറഞ്ഞൊരു കാര്യം എന്താ? പട്ടിണി. ഗാസയിൽ പട്ടിണി മാത്രമാണോ? അല്ല, പിന്നെന്താണ്? യുദ്ധം ആരോടാ കൂടുതൽ ചെയ്യണമെന്നറിയോ? കുട്ടികളോട്. ഇന്നും പത്രവാർത്തകൾ അങ്ങനെയാണ്. പക്ഷേ എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതിനെ തടയാൻ നിങ്ങൾക്കറിയാലോ, ലോകത്ത് ഇപ്പം നമ്മൾ പറയാറുണ്ട് ഇനിയൊരു യുദ്ധം വേണ്ട എന്ന് നമ്മൾ പറയാറുണ്ട്. ഇനിയൊരു യുദ്ധം വേണ്ട. നമ്മൾ 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങളെ പറ്റി കേട്ടു. രാമായണവും മഹാഭാരതവും ഒക്കെ വായിക്കുമ്പോഴും നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? അപകടമാണ് യുദ്ധമെന്ന്. നമ്മൾ സ്നേഹവും സന്തോഷവും സമാധാനവും മതി എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇനി യുദ്ധം വേണ്ട എന്ന് പറയുമ്പോഴും ദിവസേന ഈ ലോകത്ത് എന്താ നടക്കുന്നത്? ഗാസയിൽ എന്താ നടക്കുന്നത്? കൊലയും വീടുകൾ തകർക്കലും കുട്ടികളെ ശിക്ഷിക്കലും ഒക്കെ നടക്കുകയാണ്. ഇതിനെതിരെ പൊരുതാൻ കൂട്ടുകാരെ നിങ്ങളാണ്. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ബ്രക്ത് എന്ന കവി, നാടകകൃത്ത് പാടിത്തന്നുണ്ട്. നാളെ നേതാക്കളായി മാറേണ്ട നിങ്ങൾക്ക് കാലം അമാന്തിച്ചു പോയില്ല. ഒന്ന് പാടി നോക്കിയാൽ. നാളെ നേതാക്കളായി മാറേണ്ട നിങ്ങൾക്ക് കാലം അമാന്തിച്ചു പോയില്ല. നിങ്ങൾ തുടങ്ങുവിൻ. ആദ്യക്ഷരം മുതൽ മേലോട്ട്. അപ്പം ഞാൻ നിങ്ങളോട് പറയും, വായിച്ചു വളരുവിൻ കൂട്ടരെ, വാനോളമെത്തുവാൻ കൂട്ടുകാരെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ശാസ്ത്രവും സാഹിത്യവും ഭാവനയും നിറഞ്ഞ ലോകത്തിൽ, സ്നേഹവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ലോകത്തിൽ നിങ്ങളും നിങ്ങളുടെ അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ തന്നെ ഒറ്റക്കെട്ടായി ഒരു സമാധാനത്തിൻ്റെ ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അതിനായി ശരിയായ രീതിയിൽ ശാസ്ത്രത്തെയും സാഹിത്യത്തെയും ഒക്കെ ഉപയോഗിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ മൈക്ക് എൻ്റെ പ്രിയ കൂട്ടുകാരി സംഗീതയ്ക്ക് കൈമാറുന്നു. നിങ്ങളെല്ലാവരെയും പരിചയപ്പെട്ട് വർത്താനമൊക്കെ പറഞ്ഞിട്ടൊക്കെ തുടങ്ങണം വിചാരിച്ചതാണ്. പക്ഷെ നമുക്ക് ആകെ എന്തേ ഉള്ളൂ, 50 മിനിറ്റാണ് സമയം. അപ്പോൾ എന്തായാലും ഞങ്ങൾ മുഴുവൻ സമയം സംസാരിക്കില്ല കേട്ടോ, നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവും. അതിൻ്റെ മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാമെന്നുള്ളതേ ഉള്ളൂ. എല്ലാവരെയും പരിചയപ്പെട്ടിട്ട് തുടങ്ങണം എന്നുണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള സമയം നമുക്കില്ല.
ഞാൻ പറയാൻ പോണ കുറച്ച് കാര്യം ശാസ്ത്രത്തിനെ പറ്റിയിട്ടാണ്. ഞാൻ സയൻസ് പഠിപ്പിക്കുന്ന ഒരാളാട്ടോ, കെമിസ്ട്രിയെ പഠിപ്പിക്കണത്. അത് കേൾക്കുമ്പോൾ തന്നെ കുറച്ച് ആൾക്കാർക്ക് അയ്യോ ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഷ്ടമായി എന്നൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷേ കുഴപ്പമില്ല, ഞാൻ അത്ര കട്ടി കെമിസ്ട്രിയും ഇതൊന്നുമല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ്റെ പ്രത്യേകത എന്താ? മനുഷ്യന്മാർക്ക് മറ്റു മൃഗങ്ങളിൽ നിന്ന് എന്താ പ്രത്യേകത നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? ഞാൻ ചിന്തിക്കാനുള്ള കഴിവ്, സോഷ്യൽ ആനിമൽ എന്നൊക്കെ പറയുന്നുണ്ട്. ചിന്തിക്കാനുള്ള കഴിവ് എന്നുള്ളതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമുണ്ട്. മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത് പ്രധാനമായിട്ടും 2 കാര്യമാണ്. ഒന്ന് യുക്തിയാണ്. യുക്തി എന്ന് വെച്ചാൽ കാര്യകാരണ സഹിതം കാര്യങ്ങളെ മനസ്സിലാക്കാനും വിശദീകരിക്കാനുള്ള കഴിവ്. ഇപ്പോൾ ഒരു പനി വന്നു, ആ പനി ഉണ്ടാവാൻ എന്തായിരിക്കും കാരണം നമ്മൾ ആലോചിക്കും. ഒരു പൂച്ചയ്ക്കോ പശുവിനോ അസുഖം വന്നാൽ ആലോചിക്കുമോ എന്തുകൊണ്ടായിരിക്കും എനിക്ക് ഈ അസുഖം ഉണ്ടായതെന്ന്? ഇനി ആ അസുഖം എങ്ങനെ മാറ്റാമെന്ന് അവർ ആലോചിക്കുമോ? ഇല്ല, കാരണം അവർക്ക് അതിനുള്ള കഴിവില്ല, യുക്തിസഹമായി ചിന്തിക്കാനുള്ള കഴിവില്ല. അപ്പോൾ കാര്യകാരണ സഹിതം കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള മനുഷ്യൻ്റെ ഈ കഴിവിനാണ് നമ്മൾ യുക്തി എന്ന് പറയുക. രണ്ടാമത്തെ ഒന്ന് ഭാവനയാണ്. ഭാവന എന്ന് പറയുന്നത് യുക്തിയുടെ നേരെ വിപരീതമെന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷേ അങ്ങനെയല്ല. യുക്തി ചുറ്റുപാടുള്ളതിനെ വിലയിരുത്തുമ്പോൾ ഭാവന എന്ന് പറയുന്നത് ചുറ്റുപാടുള്ളതിൻ്റെ അപ്പുറത്തേക്ക് പോകാനുള്ളൊരു സാധ്യത സൃഷ്ടിക്കുക ചെയ്യുന്നത്. അതായത് നമുക്ക് പറക്കാൻ പറ്റും. എങ്ങനെ? ശരിക്കും വിമാനത്തിൽ പറക്കാൻ പറ്റുമോ? അതല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നമുക്ക് ചിറകില്ലാതെയും ഭാവനയിൽ പറക്കാമല്ലേ? അങ്ങനെ ആ ഭാവനയിൽ പറന്നുകൊണ്ടാണ് എന്തുണ്ടായത്? വിമാനം ഉണ്ടായത്. അപ്പോൾ ഇത് നേരെ മറിച്ചൊരു പശുവാണ് വിചാരിക്കുക. അപ്പോൾ പശുവിൻ്റെ തിന്നണ കാര്യം തന്നെ എടുത്താൽ, പശു പുല്ല് ഇന്നത്തേക്ക് വേണ്ട പുല്ല് കിട്ടിയാൽ പശു തിന്നും. പശുവിനെ അറിയോ നാളേക്ക് പുല്ല് എവിടെ നിന്ന് കിട്ടും, ഏത് സ്ഥലത്ത് പോയി പുല്ല് തിന്നാന്ന് പശു ആലോചിക്കുമോ? ഇല്ല, പശു യുക്തിസഹമായിട്ട് ആലോചിക്കില്ല. അതേപോലെ തന്നെ ഭാവന ചെയ്യുകയില്ല, നാളെ ഇന്ന സ്ഥലത്ത് ഇത്ര പുല്ലുണ്ടാവും. ഇതൊക്കെ നമ്മൾ കഥയിൽ എഴുതും, പശുവിനെ കുറിച്ച് നമ്മൾ എഴുതും, പക്ഷേ അതിനുള്ള കഴിവില്ല. പശുവിനല്ല, ഒരു മൃഗങ്ങൾക്കും തന്നെ ഇല്ല. അപ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കഴിവുകളാണ് ഈ യുക്തിയും ഭാവനയും. അപ്പോൾ എഴുത്തിലേക്ക് ഇതെങ്ങനെ കൊണ്ടുവരേണ്ടത് എന്നുള്ളത് ഒരു പ്രശ്നം. മറ്റൊന്ന്, ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ്. അത് പല പ്രായക്കാരിരിക്കണതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം ചിലർക്ക് കുറച്ച് കൂടുതലായിരിക്കും, ചിലർക്കിത് ഇവർ പറയണതൊക്കെ ഞങ്ങൾക്ക് അറിയണ കാര്യമല്ല എന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ട് 2 കൂട്ടർക്കും പറ്റിയ രീതിയിൽ പോവുക എന്നുള്ളതാണ് വിചാരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് മനുഷ്യന് ഈ യുക്തിയും ഭാവനയും ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് എത്തിയതിൻ്റെ പിന്നിൽ യുക്തിയും ഭാവനയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു വശത്ത് സയൻസിൻ്റെ പ്രാധാന്യം അതാണ്. സയൻസ് എങ്ങനെയാണ്, എന്താ സയൻസിൻ്റെ ഉപയോഗം? സയൻസ് പഠിക്കുന്നതുകൊണ്ട്, ശാസ്ത്രം പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കുള്ള ഉപയോഗം എന്താ? പറ, നിങ്ങൾ പഠിക്കണതല്ലേ. പ്രകൃതിയെ പറ്റി, അതായത് നമ്മുടെ ചുറ്റുപാടിനെ പറ്റി കൂടുതൽ അറിയാൻ പറ്റും അല്ലേ? നമ്മുടെ ചുറ്റുപാടും കാണുന്നതിനൊക്കെ ഒരു ക്രമവും നിയമവും ഉണ്ടെന്നും അത് ആവർത്തിക്കുന്നത് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണെന്നും നമ്മുടെ ചുറ്റുപാടിനെ വിശദീകരിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് സയൻസ് നമുക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസവും ഉറപ്പും അല്ലേ? നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ മഴ എന്തുകൊണ്ടുണ്ടാകുന്നു, എന്തുകൊണ്ട് കാറ്റുണ്ടാകുന്നു, എന്തുകൊണ്ട് ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നുന്നു, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് സയൻസിൻ്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ സയൻസിൻ്റെ പ്രാഥമികമായൊരു പണി എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുകളെ വിശദീകരിക്കുകയും അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുകയാണ്. മാഷിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, കുട്ടികൾക്ക് വേണ്ടത് സ്നേഹവും സമാധാനവും ഒക്കെയാണ് എന്ന്. അപ്പോൾ മനുഷ്യനെ സമാധാനത്തിലും സ്നേഹത്തിലും സൗകര്യങ്ങളോടെയൊക്കെ ജീവിക്കാൻ വേണ്ട ഇടമൊരുക്കുക, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ സയൻസിൻ്റെ പണി. സയൻസ് ഉണ്ടായിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. സയൻസിൻ്റെ ഒരു ചരിത്രം നോക്കുമ്പോൾ തന്നെ നമുക്ക് സയൻസ് എന്നുള്ള രൂപത്തിൽ അങ്ങനെ പേരായിട്ടൊന്നുമല്ല വന്നത്. അതൊക്കെ വന്നിട്ടൊക്കെ കുറച്ച് കാലമായിട്ടേ ഉള്ളൂ കേട്ടോ. ഒരു 3 നൂറ്റാണ്ട് 300 വർഷമൊക്കെ പഴക്കം, 350 വർഷത്തെ പഴക്കമൊക്കെ ഉള്ളൂ സയൻസായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങിയത്. മനുഷ്യൻ്റെ അറിവിൽ നിന്നാണ് സയൻസ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ചുറ്റുപാടുകളെ നോക്കിക്കൊണ്ട്, ആദ്യം ആകാശത്തിലെ നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട്. എപ്പോഴാണ് മനുഷ്യൻ കൃഷി തുടങ്ങിയെന്നറിയോ? കൃഷി തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി ഉണ്ടാവും എന്നറിയോ? ഒരു 10,000 കൊല്ലം കഷ്ടിച്ചായിട്ടേ ഉള്ളൂ. മനുഷ്യൻ ഈ കാട്ടിലെ ഗുഹയിലും മരത്തിൻ്റെ കൊമ്പിലൊക്കെ ജീവിച്ചിരുന്നിടത്തുനിന്ന് ഇന്ന് കാണുന്ന സൗകര്യങ്ങളിലേക്കൊക്കെ വളരാൻ തുടങ്ങിയതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് വാസ്തവത്തിൽ കൃഷിയാണ്. കൃഷി ആരംഭിച്ചതോടുകൂടിയാണ് മനുഷ്യന് ഒരു സ്ഥലത്ത് താമസിക്കേണ്ടി വന്നു. പിന്നെ ഇപ്പോൾ ചില സമയത്ത് മഴയുണ്ടാവും, ചില സമയത്ത് കൊടും വെയിലായിരിക്കും, വരൾച്ചയായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് കൃഷി
ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. കാരണം വേനൽക്കാലത്ത് വിത്ത് വിതച്ച് കഴിഞ്ഞാൽ അത് ചീത്തയായി പോയില്ലേ, ഉണങ്ങിപ്പോയില്ലേ. അപ്പോൾ അതുകൊണ്ട് കാലാവസ്ഥയ്ക്കനുസരിച്ച് കൃഷിയെ കൈകാര്യം ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിനെന്താ വഴി? അത് ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളുടെ സ്ഥാനവും ഒക്കെ ആയിട്ട് കാലാവസ്ഥയ്ക്ക് ബന്ധമുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ ആകാശ നിരീക്ഷണം തുടങ്ങി, വാന നിരീക്ഷണം തുടങ്ങി. കാരണം അത് ആവശ്യമായിരുന്നു. അപ്പോൾ ആ അറിവുകൾ ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ കൃഷിയിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് ചാലുകൾ നിർമ്മിക്കേണ്ടി വന്നു. ധാരാളം ധാന്യം ഉണ്ടാവുമ്പോൾ അത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കെട്ടിടങ്ങൾ ഉണ്ടാക്കേണ്ടി വന്നു. കൃഷി തുടങ്ങിയതോടുകൂടി ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായിട്ട് താമസിക്കേണ്ടി വന്നു. അതുവരെ ഇങ്ങനെ സഞ്ചാരമായിരുന്നു, ഭക്ഷണം കിട്ടുന്നതിന് അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുക ചെയ്യുക. കാരണം ഒരേ സ്ഥലത്ത് കുറേ ദിവസം താമസിച്ചാൽ എന്ത് പറ്റും? അവിടുത്തെ ചെടികളും ഒക്കെ കഴിയും, മൃഗങ്ങളും ഒക്കെ കഴിയും. അപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വേറൊരു സ്ഥലത്തേക്ക് മാറും, പിന്നെ വേറൊരു സ്ഥലത്തേക്ക് മാറും. അങ്ങനെ മാറിക്കൊണ്ടിരുന്ന ആളുകൾ ഒരു സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങിയത് കൃഷി തുടങ്ങിയതോടുകൂടിയാണ്. അപ്പോൾ കൃഷി തുടങ്ങിയതോടുകൂടി കുറേ പുതിയ അറിവുകൾ ഉണ്ടാവേണ്ടി വന്നു. അങ്ങനെയാണ് എന്തൊക്കെ ഉണ്ടാവുന്നത്? ജ്യോതിശാസ്ത്രം ഉണ്ടാവുന്നത്, കണക്കുകൾ ഉണ്ടാവുന്നത്, എൻജിനീയറിംഗ് ഉണ്ടാകുന്നത്, നമ്മൾ കെട്ടിടങ്ങൾ കെട്ടാൻ തുടങ്ങുന്നത് ഒക്കെ അങ്ങനെയാണ്. പക്ഷേ ഭാവനയും ഒക്കെ ഇതിൻ്റെ മുമ്പ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഭാഷ ഉണ്ടാവുന്നതിന് മുമ്പേ മനുഷ്യൻ കാര്യങ്ങളെ ഭാവന ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം മനുഷ്യന് എന്തറിയില്ലായിരുന്നു? ഈ പ്രകൃതിയിൽ നടക്കുന്ന സംഭവങ്ങൾക്കൊക്കെ ഒരു യുക്തി ഉണ്ടെന്ന് മനുഷ്യന് അറിയില്ലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഭാവനയിൽ ഓരോന്ന് സങ്കല്പിക്കാൻ തുടങ്ങി. നമ്മൾ പല ദൈവങ്ങളുടെയും പേര് കേട്ടിട്ടില്ല. മഴയ്ക്ക് ദൈവമുണ്ട്, തീയിന് ദൈവമുണ്ട്, അഗ്നിദേവൻ, വരുണദേവൻ എന്നൊക്കെ പറയുന്ന കേൾക്കാറുണ്ട്. ഓരോ സംസ്കാരത്തിലും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക, താനോസ്, അതേപോലെ തന്നെ ഓരോ ദൈവങ്ങളുടെ പേര്, സ്യൂസ് എന്നൊക്കെ, സ്യൂസ് ഇടിമിന്നലിൻ്റെ ദേവനാണ്, അപ്പോളോ ചന്ദ്രൻ്റെ ദേവനാണ് എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ. അപ്പോൾ ഇതൊക്കെ വന്നിട്ടുള്ളത് മനുഷ്യൻ്റെ ഭാവനയിൽ നിന്നാണ്. അതായത് അന്നറിയില്ലായിരുന്നു ഇതിൻ്റെ ഒന്നും പിന്നിലെ കാരണങ്ങൾ. അപ്പോൾ എന്ത് ചെയ്തു? ഇവരെയൊക്കെ ദൈവങ്ങളായിട്ട് സങ്കല്പിച്ചു. കാരണം ഇടിമിന്നലിനെയും കാറ്റിനെയും ഒന്നും മനുഷ്യനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഭയത്തിൽ നിന്നാണ്, വാസ്തവത്തിൽ ആ ഭാവനയിൽ നിന്നാണ് ദൈവങ്ങൾ ഉണ്ടായത്. ദൈവങ്ങൾ ഉണ്ടായതിനൊപ്പം എന്തുണ്ടായി? കഥകളും ഉണ്ടായി. ദൈവങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് കഥകളും. നമുക്ക് മനുഷ്യൻ്റെ ഏറ്റവും വലിയ കഴിവാണ് സങ്കല്പിക്കാനുള്ള കഴിവ്. അപ്പം അങ്ങനെ കഥകളുണ്ടായി, പാട്ടുകളുണ്ടായി. പക്ഷേ നമ്മൾ പുതിയ കാലത്തെ മനുഷ്യരാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മുഴുവനും ഈ പണ്ട് തൊട്ടേയുള്ള ഭാവനയുടെ കഥകളിൽ വിശ്വസിക്കാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല. നമ്മൾ ജീവിക്കുന്ന ലോകം എന്ന് പറയുന്നത് സയൻസും സാങ്കേതിക വിദ്യയും ഒക്കെ പാടെ മാറ്റിയിട്ടുള്ള ലോകം കൂടിയാണ്. ChatGPT ഉപയോഗിക്കാത്ത എത്ര ആൾക്കാരുണ്ട്? ഇതുവരെ ChatGPTയോ വാട്സാപ്പിലെ AI ഒന്നും ഉപയോഗിക്കാത്ത എത്ര ആളുണ്ട്? അപൂർവം പേരെ ഉണ്ടാവുള്ളൂ. കാരണം നമ്മളിതൊക്കെ ഇപ്പോൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ചെറിയൊരു അസൈൻമെൻറ്റ് എഴുതാനായാലും അല്ലെങ്കിൽ ചെറിയൊരു പ്രോജക്റ്റ് ചെയ്യാനായാലും നമ്മൾ എന്ത് ചെയ്യും? ആദ്യം പോയിട്ട് ChatGPTയോട് അല്ലെങ്കിൽ ഏതെങ്കിലും AIയോട് നമ്മൾ ചോദിക്കും അല്ലേ. അപ്പോൾ ഇത്രയും അഡ്വാൻസ്ഡ് ആയ രീതിയിൽ സയൻസ് വളർന്നു കഴിഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ എഴുത്തിലേക്ക് എന്തും കൂടി വരേണ്ടി വരും? ആ ലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളും കൂടി വരേണ്ടി വരും. മാഷ് നേരത്തെ പറഞ്ഞ പോലെ സമാധാനവും സ്നേഹവും ഒക്കെ ഉണ്ടാക്കാനാണ് സയൻസിനെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സയൻസ് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്, ശരിക്കുള്ള ശാസ്ത്രം പറയുക എന്നുള്ളത് അതുകൊണ്ട് പ്രധാനമാണ്. ഞാൻ ഒക്കെ സയൻസ് എഴുതുന്ന ഒരാളാണ് കേട്ടോ. കാരണം സയൻസ് എഴുതാനുള്ള കാരണം എന്ന് പറയുന്നത് സയൻസ് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാവേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് ഈ കഥകളിലെ നമ്മൾ പല കഥകളും പല വിശ്വാസങ്ങളും കേൾക്കും. ഇതിലത്തെ സത്യവും പതിരും നെല്ലും പതിരും ഒക്കെ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് എന്ത് അറിയണേ വേണ്ടും? സയൻസ് പഠിക്കുന്നതുകൊണ്ട് നമുക്കൊരു പ്രത്യേക ചിന്തിക്കാനുള്ള ശേഷി, യുക്തി കൂടി ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ സയൻസ് പഠിക്കുന്നതും. അതേസമയം തന്നെ ഭാവന നമുക്ക് എപ്പോഴും വേണ്ടതാണ്. ഭാവന ഉണ്ടെങ്കിലേ സയൻസിലും പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവുള്ളൂ അല്ലേ. വിമാനം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? വിമാനം എന്ന് പറയുന്ന പറക്കുന്നൊരു വസ്തുവിനെ നമുക്ക് ഭാവനയെ കാണാൻ പറ്റണം. അതുകൊണ്ടാണ് കഥയിൽ പുഷ്പക വിമാനം ഉള്ളത്. അല്ലാതെ പുഷ്പക വിമാനം ഉണ്ടായിരുന്നു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. പുഷ്പക വിമാനം എന്ന് പറയുന്ന ഒരു ഭാവന ഉണ്ടായിരുന്നു പണ്ട്. അങ്ങനെ ഭാവനയും യുക്തിയും ചേർന്നാണ് മനുഷ്യനെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ എഴുതുന്ന കുട്ടികൾ, വായിക്കുന്ന കുട്ടികൾ എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്കിത് രണ്ടും വേണം. യുക്തിസഹമായി ലോകത്തിനെ കാണാനും പറ്റണം, അതേസമയം തന്നെ പുതിയ പുതിയ ഭാവനകളിലൂടെ ലോകത്തിനെ കാണാനും പറ്റണം. ഇത് രണ്ടും തമ്മിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതും ഇതിനെ രണ്ടിനെയും രണ്ടായി തന്നെ മനസ്സിലാക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. യുക്തി വർക്ക് ചെയ്യേണ്ടടുത്ത ഭാവന ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? പല ആളുകളും അസുഖം വരുമ്പോൾ എന്ത് ചെയ്യും? ചികിത്സിക്കാൻ പോവാതെ ഭാവന കൊണ്ടുള്ള പരിപാടികൾക്ക് പോകും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോഴും അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്, അങ്ങനെ മരിച്ചു പോകുന്ന ആളുകളുണ്ട്. ഇപ്പം അടുത്താണ് ചെറിയൊരു കുട്ടിയെ മഞ്ഞപ്പിത്തം ബാധിച്ചിട്ട് വീട്ടുകാർ ചികിത്സിക്കാതെ വെച്ച് 1.5 വയസ്സുള്ള കുട്ടി മരിച്ചു പോയത്. അപ്പോൾ
ഇപ്പോഴും അങ്ങനെ അത്തരം വിശ്വാസങ്ങൾ പിന്തുടരുന്ന സയൻസ് ജീവിതത്തിൽ ഉപയോഗിക്കാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പം അങ്ങനെയുള്ളിടത്തോളം കാലം നമുക്ക് എന്ത് പറഞ്ഞേ പറ്റൂ? സയൻസ് നമ്മുടെ എഴുത്തിലേക്ക് കൊണ്ടുവന്നേ പറ്റൂ, നമ്മുടെ ജീവിതത്തിലേക്ക് യുക്തിയെ കൊണ്ടുവന്നേ പറ്റൂ. ഭാവന വേണ്ടാന്നല്ല പറയണത്, ഭാവന വേണ്ടിടത്ത് ഉപയോഗിക്കാനും യുക്തി വേണ്ടിടത്ത് ഉപയോഗിക്കാനും നമുക്ക് കഴിയുക എന്നുള്ളതാണ് പ്രധാനം. ഇനി ഞാനൊരു കവിത ചൊല്ലാം. ഇത് എന്താ പറയുക, ഞാൻ അത്ര നല്ല പാട്ടുകാരിയൊന്നും അല്ലാത്തതുകൊണ്ട് കേൾക്കാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എങ്ങനെയാണ് സയൻസിനെ കവിതയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതിൻ്റെ നല്ലൊരു ഉദാഹരണമാണിത്. നിങ്ങളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഞങ്ങളുടെ കാലത്തെ കുട്ടികളൊക്കെ ധാരാളം കേട്ടിട്ടുള്ളൊരു കവിതയാണ്. പി മധുസൂദനൻ എന്ന് പറയുന്നൊരു മരിച്ചു അദ്ദേഹം മാഷാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ കുറച്ച് ചൊല്ലാം. പൊട്ടക്കിണറിൻ കരയിൽ വളരും പന്നൽ ചെടിയുടെ കൊമ്പിന്മേൽ പതുങ്ങി നിന്നൊരു പച്ച പശുവിനു പണ്ടൊരു സംശയമുണ്ടായി. എന്താ സംശയം? എന്നുടെ ലോകം ചെടിയും ചെടിയുടെ വേരും തണ്ടും തളിരിലയും അതിൻ്റെ രുചിയും ഗന്ധവുമെന്നാൽ അതിനുമപ്പുറമെന്താണ്? അതാണ് വന്ന സംശയം. എന്താണ്? എൻ്റെ ലോകം ചെടിയും ചെടിയുടെ വേരും തണ്ടും തളിരിലൊക്കെയാണ്, പക്ഷേ അതിൻ്റെ അപ്പുറത്ത് എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ആരാ പൊട്ടക്കിണറ്റിൽ ഉള്ളത്? അപ്പോൾ പൊട്ടക്കിണറ്റിലെ തവള മറുപടി പറഞ്ഞു. പൊട്ടക്കിണറിലൊളിച്ചു വസിക്കും തവള പറഞ്ഞു മറുപടിയായി, എന്നുടെ ലോകം കിണറും കിണറിലെ മീനും പായൽ കാടുകളും ഇടവപ്പാതി പിറന്നാൽ പിന്നെ കോരിച്ചൊരിയും പെരുമഴയും ഒളിച്ചിരിക്കാൻ മാളവുമെന്നാൽ അതിനുമപ്പുറമെന്താണ്? ഞാൻ മുഴുവൻ പാടി നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. ഇതേപോലെ അടുത്തത് ചെത്തിക്കാട്ടിൻ്റെ നടുവെന്നൊരു പൂമ്പാറ്റ പറന്നു വന്നിട്ട് ചോദിക്കും, എൻ്റെ ലോകം കണ്ണാന്തളിയും കൈത്തോടും പൂവും പൂമ്പൊടിയൊക്കെയാണ്, അതിൻ്റെ അപ്പുറം എന്താണെന്ന് ചോദിക്കും. അതേപോലെ തന്നെ ഒരു കുരുവി വന്നിട്ട് പറയും, അതിൻ്റെ അപ്പുറത്തുള്ളത് പച്ചപ്പാടവും അലകടലും അലറിത്തുള്ളും തിരകളും ഒക്കെയാണെന്ന്. പക്ഷേ അത് കഴിഞ്ഞിട്ടൊരാൾ വരും. ആരാന്നറിയോ? അതിൻ്റെ മറുപടി നൽകാനെത്തിയ മനുഷ്യനിങ്ങനെ മൊഴിയുന്നു, അതിനുമപ്പുറമെന്താണെന്നു അലഞ്ഞു നീങ്ങും മേഘങ്ങൾ. അമ്പിളി വെള്ളി വെളിച്ചത്തിൽ പൂക്കുമ്പിളു കൂട്ടും പൂമാനം, സൂര്യൻ താരകൾ ക്ഷീരപദങ്ങൾ നക്ഷത്രാന്തര പടലങ്ങൾ, അതിനപാര വിദൂരത എന്നാൽ അതിനുമപ്പുറമെന്താണ്? നിങ്ങളൊന്ന് പോയിട്ടേ ഈ കവിത യൂട്യൂബിലൊക്കെ ഉണ്ട്, ഒന്ന് മുഴുവൻ കേട്ട് നോക്കൂ കേട്ടോ. അപ്പോൾ മനുഷ്യൻ വന്നിട്ട് എന്താ പറയണേ? സൂര്യൻ താരകൾ പദങ്ങൾ നക്ഷത്രാന്തര പടലങ്ങൾ, അതിനപാര വിദൂരത എന്നാൽ അതിനും അപ്പുറം എന്താണ്? മറ്റ് ജീവികൾക്കൊക്കെ ചുറ്റുപാടുമുള്ള ചെറിയ ലോകത്തിനെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. മനുഷ്യൻ്റെ പ്രത്യേകത എന്താ? മനുഷ്യന് ഈ ലോകങ്ങളുടെയൊക്കെ അപ്പുറത്തേക്ക്, മാഷ് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പ്രപഞ്ചങ്ങളുണ്ട് എന്ന് കണ്ടെത്താനും ആ പ്രപഞ്ചങ്ങളിലേക്ക് പോകാനും ഒക്കെയുള്ള കഴിവ് ആർക്കേ ഉള്ളൂ? മനുഷ്യനേ ഉള്ളൂ. അതിന് മനുഷ്യനെ സഹായിക്കുന്നത് യുക്തിയും ഭാവനയാണ്. അപ്പം അതുകൊണ്ടാണ് ഈ യുക്തിയും ഭാവനയും, ഭാവനയ്ക്കൊപ്പം യുക്തി കൂടി നിങ്ങളുടെ എഴുത്തിലേക്ക് വരേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം അതാണ്. ഞാൻ ഒരു കഥയും കൂടി പറയണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കഥയ്ക്ക് സമയമില്ല. അല്ല, ഒരു കുഞ്ഞു കഥ. ഇത് എൻ്റെ കഥ തന്നെയാണ് കേട്ടോ. കുറച്ചൊരു ചെറുതായിട്ട് സയൻസ് വരുന്നൊരു കുഞ്ഞു കഥയാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കഥ ഇതായിരുന്നില്ല, പക്ഷെ അത് ഒരുപാട് വലിയ കഥയാണ്. അതിന് സമയമില്ലാത്തതുകൊണ്ട് ഒരു കുഞ്ഞു കഥ പറയാം. മുറ്റം കുട പിടിച്ച കഥ. കുഞ്ഞു കുട്ടികൾക്കുള്ള കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണ്ട, നിങ്ങൾക്ക് ബോറടിക്കും. ചറപറ മഴ പെയ്തു, കുടുകുടു ഇടി വെട്ടി, അദ്രിയും സുന്ദരം പൂച്ചയും വീട്ടിൽ ചടഞ്ഞിരിപ്പായി. എൻ്റെ വീട്ടിലെ പൂച്ച കേട്ടോ, സുന്ദരൻ, നല്ല കറുകറുത്തൊരു സുന്ദരം പൂച്ചയെ. പിറ്റേ ദിവസം അദ്രിയും സുന്ദരം പൂച്ചയും വീട്ടിൽ ചടഞ്ഞിരിപ്പായി. പിറ്റേ ദിവസം മഴ മാറി, ഒരു കുഞ്ഞ് വെയിൽ വന്നു. രണ്ടാളെയും വിളിച്ചു, വേം വാ. രണ്ടാളും ആരും കാണാതെ മെല്ലെ പുറത്തിറങ്ങി. മുറ്റവും ചുറ്റുപാടും ഒക്കെ നോക്കി. ഇലയും പൂവും പറിച്ചു. ഉറുമ്പിനും ഈച്ചയ്ക്കും സുഖല്ലേന്ന് അന്വേഷിച്ചു. സുന്ദരം പൂച്ച മണ്ണിൽ മാന്തി. കിളികളെല്ലാം കൂടി കഥപില പാടി. സുന്ദരം പൂച്ച പുല്ലിൻ്റെ തലപ്പ് കടിച്ചു നിന്നു. തുമ്പിയുടെ പിന്നാലെ മുറ്റത്തിൻ്റെ അരികിലേക്ക് ഓടി. അദ്രിയും കൂടെ ഓടി.
സുന്ദരാന്ന് വിളിച്ചും കൊണ്ട് ഓടി. അത്ഭുതം, മുറ്റത്തിൻ്റെ അരികിൽ അതാ വെളുത്ത കുറേ പൂമോട്ടുകൾ. അവിടേക്ക് ഉറുമ്പുകളുടെ ട്രെയിൻ സർവീസും ഉണ്ട്. അദ്രി നോക്കി, ചെരിഞ്ഞും മറിഞ്ഞും നോക്കി. തൊട്ട് നോക്കാൻ തുടങ്ങിയപ്പോൾ ചേച്ചി ഓടി വന്നു. അദ്രിക്കുട്ട വേണ്ട, അതൊരു ഹിംബിംബിഡാസ്കി മൊട്ട, വൈകുന്നേരം ഒരു വിദ്യ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വികൃതികൾ കാട്ടി ഉറങ്ങി വൈകുന്നേരമായി. മൊട്ടിൻ്റെ കാര്യം അദ്രി മറന്നും പോയി. വൈകുന്നേരം സുന്ദരനൊപ്പം പമ്മി പമ്മി പുറത്തെത്തിയപ്പോൾ അതാ മുറ്റത്തിനരികിൽ ആരോ നിവർത്തിയ കുറേ വെള്ളക്കുടകൾ. രണ്ടാളും അന്തം വിട്ട് നിന്നു. ഇത്രയേ ഉള്ളൂ കഥ കേട്ടോ. അപ്പോൾ എന്താണെന്ന് മനസ്സിലായിണ്ടാവും വിചാരിക്കുന്നു. വലിയ കുട്ടികൾ ഇരിക്കണോണ്ട് പ്രത്യേകിച്ചും അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എങ്ങനെ ഇതിനെ സയൻസിനെ ഭാവനയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ കഥ പറയാനുള്ള ഒരു രസം കൊണ്ട് പറഞ്ഞു കേട്ടോ. എൻ്റെ ഒരു കഥക്കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പണ്ട് കഥ പറഞ്ഞു കൊടുത്തിരുന്ന നീലാംബരി ഉണ്ട് അവിടെ. കുറേ കഥ കോവിഡ് കാലത്ത് പറഞ്ഞയക്കുമായിരുന്നു. അത് കേട്ടിരുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങളുടെ ഇനി ഉള്ള സമയം നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാനാണ് ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വർത്താനം പറഞ്ഞിട്ട് പോവാമെന്ന് വിചാരിക്കണം. എങ്ങനെ ചെയ്യേണ്ട മാഷെ? എന്താ ചെയ്യിക്കേണ്ട? അവരെ കൊണ്ട് എങ്ങനെ ചെയ്യിപ്പിക്കും? ഞങ്ങൾ രണ്ടാളും നിങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളിനെ ചോദിക്കാം. ചോദ്യങ്ങളെ കൂടാതെ നിങ്ങൾക്ക് ഈ കാലത്തുള്ള ഇഷ്ടങ്ങൾ, ഉദാഹരണത്തിന് തമാശയ്ക്ക് ഹാരി പോട്ടറെ പറ്റിയിട്ട് ധാരാളം കൂട്ടുകാർ അതിനെ പറ്റിയിട്ട് പറയാറുണ്ട്. ഈ ഹാരി പോട്ടറെ തന്നെയല്ല, ഇപ്പോൾ വായന എവിടെ ചെന്നെത്തിക്കണേ? പുസ്തകം വായന കൂടുണ്ടോ കുറയുണ്ടോ? കുറയണമെന്നാണ് ചിലർ പരാതി പറയുന്നത് പുസ്തക വായന. പക്ഷെ അതേസമയത്ത് ഡിജിറ്റൽ റീഡിങ് കൂടുണ്ടോ? അതുമില്ല. വീട്ടിൽ വന്നാൽ അമ്മയുടെ അച്ഛൻ്റെ ഫോൺ എടുത്ത് ഓടും. പക്ഷേ എന്നിട്ട് വായിക്കണ എന്താണെന്നുള്ളത് നിങ്ങൾ പറയണം. കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ പുതിയ തലമുറ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കണം. എന്തായാലും കൂട്ടുകാരെ, നമുക്ക് വളരെ കുറച്ച് സമയമേ കിട്ടിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉയർത്താം, മറുപടി വേണമെങ്കിൽ പറയാം. ഈ 3 വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ട് നിങ്ങൾക്ക് പറയാനുള്ളതും പറയാം. പക്ഷേ നമുക്ക് സമയം ഞങ്ങൾ അരമണിക്കൂർ എടുത്തുള്ളൂ, കാരണം നിങ്ങൾക്ക് സമയം തന്നുകൊണ്ട്. പക്ഷേ ആ സമയം പോരാന്നറിയാം. പക്ഷേ നിങ്ങൾക്ക് ഇനിയും ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കാം. അതുകൊണ്ട് ഒന്ന് തുടങ്ങി നോക്കൂ. ഞങ്ങൾ തുടങ്ങിയ പോലെ നിങ്ങളുടെ ചോദ്യങ്ങളോ നിങ്ങളുടെ അഭിപ്രായങ്ങളോ. ആരാണ് ഒരാൾ ആദ്യം കൈവക്കുന്നത്? വരൂ. എൻ്റെ പേര് അഭിനവ്. ഞാൻ വില്ലടം GHSS സ്കൂളിൽ +1 വിദ്യാർത്ഥിയാണ്. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഒരു 30 വർഷം അല്ലെങ്കിൽ ഒരു 40 വർഷത്തിൽ നിന്ന് സയൻസിൻ്റെ ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ടോ? ഒരു 30 വർഷം മുമ്പത്തേക്കാളും ഇപ്പോൾ സയൻസിൻ്റെ ഡെവലപ്മെൻറ്റ് വന്നിട്ടില്ലേ? പക്ഷേ 30 വർഷം മുമ്പത്തേക്കാളും ഇപ്പോഴല്ലേ കലാപങ്ങൾ കൂടുന്നത്? സയൻസിൻ്റെ വളർച്ചയും സാഹിത്യത്തിൻ്റെ വളർച്ചയും പക്ഷേ ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് എത്രമാത്രം ഉപയോഗപ്രദമാണ്? ചോദ്യം എന്നോടല്ലേ? സയൻസ് എപ്പോഴും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. സയൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഉണ്ടാക്കിയ കാര്യമൊന്നുമല്ല. മനുഷ്യർ ദീർഘകാലത്തെ അധ്വാനം കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ കൃഷി തുടങ്ങിയ കാലം, അതിൻ്റെയും മുമ്പോട്ടുള്ള മനുഷ്യൻ്റെ അറിവ് ഇങ്ങനെ കൂട്ടി 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 വെച്ചിട്ട് സയൻസ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ സയൻസ് പഠിക്കുമ്പോൾ, ഇപ്പോൾ നീ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? ആവർത്തന പട്ടികയുടെ കഥ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. സയൻസ് ഒരിക്കലും ശൂന്യതയെന്നൊന്നല്ല തുടങ്ങണേ. ഒരാൾ മുമ്പ് പറഞ്ഞൊരു കാര്യത്തിന് അതിനെ തൊട്ടിട്ടാണ് മുന്നോട്ട് പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യരാണ് സയൻസിനെ, അറിവിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് വാസ്തവത്തിൽ പ്രവർത്തിക്കേണ്ടത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും ലാഭത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ലോകത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ക്രമം. അതുപോലെ സയൻസിനെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ സയൻസിനെ അങ്ങനെ ലാഭേച്ഛയ്ക്കും അധികാരത്തിനും വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും നമ്മൾ അനുഭവിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ അടുത്ത ദിവസം ഞാൻ ഹിരോഷിമ ദിനത്തിനൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഹിരോഷിമ നാഗസാക്കി എങ്ങനെയുണ്ടായത്? സയൻസ് തെറ്റായിട്ട് ഉപയോഗിച്ചിട്ട് തന്നെയാണ്.
തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം തന്നെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ഇവിടെ ഭക്ഷണത്തിന് പോലും ആളുകൾക്ക് ഇല്ലാതുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഹരിത വിപ്ലവം എന്ന് പറയുന്ന സയൻറ്റിഫിക് ആയ രീതികൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് സമൃദ്ധമായി ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. സയൻസ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ധരിക്കാൻ പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പണ്ട് ഇതേപോലെ ഉണ്ടായിരുന്നില്ല. പരുത്തി മാത്രം ഉപയോഗിക്കുന്ന സമയത്ത് ആളുകൾക്ക് വേണ്ട വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭക്ഷണവും വസ്ത്രവും നമ്മുടെ ചുറ്റുപാടും കാണുന്ന എല്ലാ സൗകര്യവും, ChatGPT ഒക്കെ അതിൻ്റെ അവസാനമാണ്, AI ഒക്കെ അവസാനത്തെ മുന്നേറ്റം എന്ന് പറയാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് ഇപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തെ ഓരോ കോശങ്ങളും എങ്ങനെ വർക്ക് ചെയ്യുന്നു, നമ്മുടെ ജനിതക ഘടന അടക്കം കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിനെ നന്മയ്ക്കായിട്ട് അല്ലെങ്കിൽ ലോകത്തിൻ്റെ സമാധാനത്തിനായിട്ട് നന്മയ്ക്കുമായിട്ടാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് പലപ്പോഴും ഇത് പ്രയോഗിക്കുന്ന അധികാരം കയ്യിലുള്ള ആൾക്കാർ മറന്നുപോകും. പക്ഷേ അവരെ ഓർമ്മിപ്പിക്കേണ്ടത് ആരാണ്? നമ്മളാണ്. നമ്മളത് ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരുന്നാലേ എന്തുണ്ടാവുള്ളൂ? സയൻസോ സാഹിത്യമോ സാങ്കേതിക വിദ്യ എന്തോ ആവട്ടെ അത് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുള്ളൂ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതും കൂടി നമ്മുടെ ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ എഴുതുന്നത്, സംസാരിക്കുന്നത്, നമ്മൾ സമൂഹത്തിൽ ഇടപെടുന്നത് ഒക്കെ അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇതൊക്കെ മനുഷ്യർക്ക് ഉപകാരപ്പെടണം. എല്ലാ മനുഷ്യർക്കും ഒരുപോലെ സൗകര്യത്തോടെ സമാധാനത്തോടെ സ്നേഹത്തോടെ ജീവിക്കാൻ, ഒരു വ്യത്യാസവും ഇല്ലാതെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. നല്ല ചോദ്യമായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എന്താ അതിനെ പറ്റി പറയാനുള്ള വെച്ചാൽ പറയാം. ഇനി അതല്ല, നിങ്ങൾക്ക് നിങ്ങളെ എഴുതിയൊരു കവിത വായിക്കണോ? വായിച്ചോ. ഈ സമയത്തിൻ്റെ ഉള്ളിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഞങ്ങളൊക്കെ സംസാരിച്ചാൽ നിർത്താത്ത ആൾക്കാരാട്ടോ, അറിയാലോ. ടീച്ചർമാർ തുടങ്ങിയാൽ നിർത്തില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വർത്താനം പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും വർത്താനം പറയും. അതുകൊണ്ട് വേഗം വേഗം ചോദ്യങ്ങൾ ചോദിക്കുകയോ പറയാനുള്ളത് പറയുകയോ ചെയ്തോ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേൽ, ആ നാട്ടില് പുഴയുണ്ടാർന്നേൽ, പുഴ നിറയെ മീനുണ്ടാർന്നേൽ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേൽ. അന്നവിടനു വയലുണ്ടാർന്നേൽ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേൽ, കതിർ കൊത്താൻ കിളി വരുമാർന്നേൽ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേൽ. ആ നാട്ടില് തണലുണ്ടാർന്നേൽ, മൺവഴിയിൽ മരമുണ്ടാർന്നേൽ, മരമൂട്ടിൽ കളിച്ചിരി പറയാൻ ചങ്ങാതികൾ 100 ഉണ്ടാർന്നേൽ. നല്ല മഴ പെയ്ത്തുണ്ടാർന്നേൽ, നരകത്തിൽ ചൂടില്ലാർന്നേൽ, തീ വെട്ടിക്കളവില്ലാർന്നേൽ, തിന്നണതൊന്നും വിഷമല്ലാർന്നേൽ. ഒരു വീട്ടിലടുപ്പ് പുകഞ്ഞാൽ മറു വീട്ടിൽ പശിയില്ലാർന്നേൽ, ഒരു കണ്ണു കലഞ്ഞു നിറഞ്ഞാൽ ഓടി വരാൻ പലരുണ്ടാർന്നേൽ. നാടെങ്ങും അതിലില്ലാർന്നേൽ, നടവഴി ഇടവഴി 100 ഉണ്ടാർന്നേൽ. 4 മണിപ്പൂവുണ്ടാർന്നേൽ, നല്ലോ ചൊല്ലിനു വിലയുണ്ടാർന്നേൽ. അന്നും പല മതമുണ്ടാർന്നേൽ, അതിനപ്പുറം അൻപുണ്ടാർന്നേൽ. നിന്റെ പടച്ചോൻ എൻ്റെ പടച്ചോൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേൽ. ആ നാടിനെ കണ്ടവരുണ്ടോ? എങ്ങോട്ടട് പോയി അറിവുണ്ടോ? ആ നാട് മരിച്ചേ പോയോ? അതുമൊരു ഉൾക്കനവായോ? പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേൽ, ആ നാട്ടില് പുഴയുണ്ടാർന്നേൽ, പുഴ നിറയെ മീനുണ്ടാർന്നേൽ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേൽ.
അന്നവിടൊരു വയലുണ്ടാർന്നേൽ വയൽ മുഴുവൻ കതിരുണ്ടാർന്നേൽ കതിർ കൊത്താൻ കിളിവരമാർന്നേൽ കിളികൾ പാടണ പാട്ടുണ്ടാർന്നേൽ കിളികൾ പാടണ പാട്ടുണ്ടാർന്നേൽ. പണ്ട് നാടുണ്ടായിരുന്നതിന് നന്മ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ നന്നായിട്ട് പല കാര്യങ്ങളും ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പണ്ടേക്ക് മാത്രം നോക്കരുത്, ഇപ്പോഴും പലതും നന്മകളുണ്ട് കേട്ടോ. അതുകൂടിയാണ്. പുതിയ കാലത്തിനെ അങ്ങനെ മുഴുവൻ നെഗറ്റീവായിട്ട് നമ്മൾ കാണേണ്ടയില്ല. ഹലോ സയൻസ് റിലേറ്റഡ് ആയിട്ട് ഞങ്ങൾ കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ കുറച്ച് ബുക്സ് സജസ്റ്റ് ചെയ്യൂ മാം. സയൻസ് ആണോ? സയൻസ് കുറേ പുസ്തകമുണ്ട് കേട്ടോ. ശാസ്ത്രാധ്യ പരിഷത്തൊക്കെ ഇരുന്നോ. നിന്റെ പേര് പറഞ്ഞില്ല. വിഭ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ട്. പരിഷത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സയൻസിൻ്റെ ധാരാളം പുസ്തകങ്ങൾ ഇറക്കുന്നുണ്ട്. യുറീക്ക അറിയോ? യുറീക്കയും ശാസ്ത്രകേരളവും ശാസ്ത്രഗതിയൊക്കെ ഇറക്കുന്നുണ്ട്. മാഷ് ഇതാ പണ്ട് യുറീക്കയുടെ ഒക്കെ ഇതിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഞാനും യുറീക്കയിലൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ യുറീക്ക വായിക്കാം, ശാസ്ത്രകേരളം വായിക്കാം, കുറച്ചും കൂടി മുതിർന്നവർക്ക് ശാസ്ത്രഗതി വായിക്കാം. പുസ്തകങ്ങളാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും രസിച്ച് വായിക്കാൻ പറ്റുന്നത്, കുറച്ചുകൂടി വലുതായി പാപ്പുട്ടി മാഷിൻ്റെ പുസ്തകങ്ങൾ ഇതിൽ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. വലിയ ആൾക്കാരല്ല, ഞാൻ ഇവരോടാ ചോദിച്ചത്. മാഷോട് ചോദിക്കാം. ചിരിതക്കുട്ടിയും മാഷും. ഇപ്പോൾ ഇതാ മാഷിൻ്റെ ലേറ്റസ്റ്റ് പുസ്തകം വന്നിട്ടുണ്ട്, തക്കുടു. ഈ ചിരിതക്കുട്ടിയും മാഷും ഒക്കെ വായിച്ചിട്ട് എൻ്റെ അനിയത്തിയുടെ മോള് ചോദിച്ചത്, മാഷ്ക്ക് ഇതിൻ്റെ 3-ാം ഭാഗം എഴുതിക്കൂടെ, എന്താ മാഷ് 3-ാം ഭാഗം എഴുതാത്തതെന്നാണ്. അപ്പോൾ അതേപോലെ രസത്തിൽ വായിക്കാൻ പറ്റുന്ന, സയൻസ് വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങളുണ്ട്. പുതിയത് അപ്പോൾ എൻ്റെ വീട്ടിലെ താമസക്കാർ എന്ന് പറയുന്ന ഗീതാഞ്ജലി ചേച്ചിയുടെ പുസ്തകമുണ്ട്. എന്താ പറയുക, സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ പെട്ടെന്ന് ഓർമ്മയിൽ വന്നത് പറഞ്ഞതാണ്. അങ്ങനെ ധാരാളം പുസ്തകങ്ങളുണ്ട്. ഇനി ഞാൻ എൻ്റെ നമ്പർ തരാം, മെസ്സേജ് ചെയ്താൽ ഞാൻ കുറേ പുസ്തകങ്ങളുടെയും കൂടി കവറൊക്കെ അയച്ചു തരാം കേട്ടോ. താങ്ക് യു മാം. കൂട്ടുകാരോട് ഒരു കാര്യം പറയാനുള്ളത്, നേരത്തെ സംഗീത പറഞ്ഞ പോലെ തന്നെ നമുക്ക് വായിക്കാവുന്ന വളരെയധികം പുസ്തകങ്ങൾ അത് നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ വായിക്കുന്നേക്കാൾ അത് തിരഞ്ഞെടുക്കണം. അതിന് വേണമെങ്കിൽ എന്ത് ചെയ്യണം, കുട്ടികൾ തന്നെ എനിക്ക് പുസ്തകം വേണമെന്ന് പുസ്തകശാലകളിൽ പോയി കണ്ട് മനസ്സിലാക്കണം. അതിൽ പ്രത്യേകിച്ചും ഇന്ന് അത് ഇപ്പം കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് പറയാം, അഗ്രികൾച്ചർ അതൊരു സംസ്കാരമാണ്. കൃഷി ഒരു സംസ്കാരമാണ്. ആ സംസ്കാരത്തെ പറ്റി പഠിക്കണമെങ്കിലാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ അതിനെ ശരിയായി ഉപയോഗിക്കുക. പിന്നെ പ്രകൃതിയിൽ നിന്ന് പഠിക്കുക നമ്മൾ പരമാർത്ഥങ്ങൾ, സത്യങ്ങൾ. പ്രൊഫസർ എസ് ശിവദാസൻ പറയാൻ മറന്നു പോയതാണ്, മനസ്സിലായി, ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ വരും. അതെ അതെ, പ്രൊഫസർ ശിവദാസൻ, ഞങ്ങൾ രണ്ടാളും യുറീക്കയുടെ എഡിറ്റോറിയൽ ബോർഡിലുണ്ടായിരുന്നു, മനസ്സിലായോ? ആ എഡിറ്റോറിയൽ ബോർഡിലുണ്ടായിരുന്നപ്പോഴാണ് പ്രൊഫസർ ശിവദാസൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്നിട്ട് രാജ്യത്തിന് പുറത്തു പോയിട്ടും കാര്യങ്ങൾ പഠിച്ച് നമ്മുടെ കുട്ടികൾക്കായിട്ട് സമ്മാനിച്ചിട്ടുണ്ട്. NBS സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിൽ ധാരാളം പുസ്തകങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഉണ്ട്. ഇപ്പോൾ ഒരു സെറ്റ് പുസ്തകങ്ങൾ ഉണ്ടാക്കാനുള്ള ക്ഷമ ഞങ്ങളോടൊക്കെ തന്നെ ഒരു പുസ്തകമെങ്കിലും തരുമോ എന്ന് അവർ ചോദിച്ചിട്ടുണ്ട്. ഇനി അവിടെയും നിങ്ങൾ കാര്യങ്ങൾ നിർത്തരുത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇംഗ്ലീഷ് ഭാഷയും നിങ്ങൾക്കറിയാം. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലും ഈ മാറുന്ന ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഉദാഹരണത്തിന് യൂണിവേഴ്സസ് എന്ന് തുടങ്ങിയിട്ടുള്ള ധാരാളം പുസ്തകങ്ങളുണ്ട്. അതും കുറച്ച് അന്വേഷണങ്ങൾ നടത്തണം. അതിനൊക്കെ എങ്ങനെ ചെയ്യേണ്ടി വരും എന്നറിയോ? നിങ്ങളുടെ സ്കൂളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ ഗ്രാമീണ വായനശാലയിൽ അല്ലെങ്കിൽ ഇതുമായി പ്രവർത്തിക്കുന്നവർക്ക് യോജിച്ച് പ്രവർത്തിക്കാനായിട്ട് കഴിയണം. ഇപ്പം ഞങ്ങളൊക്കെ ജീവിതത്തിൻ്റെ ഇപ്പോൾ ഉള്ള ഒരു കാര്യം എന്താ വെച്ചാൽ കുട്ടികളോടൊത്ത് എന്താണ് കളിക്കാനും പഠിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ എന്നെ പഠിപ്പിച്ചു തന്ന് ഞാൻ 10 ലോകരാജ്യങ്ങൾ കാണാൻ പോയി. അത് ഇപ്പോൾ ഒരു പുസ്തകം തന്നെ എഴുതാൻ കഴിഞ്ഞു, കുട്ടികളെ കണ്ട് പഠിക്കാൻ എൻ്റെ ലോകയാത്രകളെന്ന്. അങ്ങനെ ചെല്ലുമ്പോഴാണ് കുട്ടികളുടെ പ്രത്യേകതകൾ
ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്ത് ഓസ്ട്രേലിയയിലും അതിനും പുറത്ത് മലേഷ്യയിലും ഒക്കെ തന്നെ കണ്ടെത്താൻ നമുക്ക് കഴിയുന്നത്. എന്തിനാണ്? ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറയണം. ആഫ്രിക്കയിൽ ചെന്നപ്പോൾ, ഉഗാണ്ട ചെന്നപ്പോൾ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, ഈസ് ദെയർ ഫാമിൻ ഇൻ യുവർ കൺട്രി എന്ന്. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും പ്രധാന അതാണ് കേട്ടോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിൽ, ഞങ്ങളുടെ നാട്ടിൽ ദാരിദ്ര്യവും പട്ടിണിയുണ്ട്, പക്ഷേ അത് മാറ്റാൻ ശ്രമിക്കുന്നു എന്ന്. കേരളത്തിൽ നമുക്കുള്ള സന്തോഷം എന്താണെന്നറിയോ? ഈ നവംബറിൽ പട്ടിണിയില്ലാത്ത ആൾക്കാരുള്ള, കുട്ടികളുള്ള ഒരു നാടായി നമ്മുടെ നാട് മാറുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇനിയും നമ്മൾ പ്രവർത്തിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഗാസയെപ്പറ്റി നിങ്ങളോട് പറഞ്ഞില്ലേ? എന്തിനാണ്? അമേരിക്ക പോലെയുള്ള രാജ്യത്ത് പോലും കുട്ടികൾ അനുഭവിക്കുന്ന വേദനകളുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ മുതിർന്നവരെ കൂടി മുന്നോട്ട് നയിക്കാൻ ഇത്തരം പുസ്തകങ്ങൾ സഹായിക്കും. അതിന് സഹായകമായ 365 വിദേശത്തുമുണ്ട് 365 കഥകൾ, 365 കവിതകൾ. നമ്മൾ NBSലും അത് പരീക്ഷിച്ച് നോക്കി. പലരുടെയും നല്ല കവിതകൾ 365 എടുക്കുക. അപ്പോൾ ഒരു ദിവസം ഒരു കവിത, ഒരു ദിവസം ഒരു കഥ. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും? വേറൊരു പുസ്തകം വായിക്കാൻ തോന്നും. അത് നിങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട പുസ്തകവും വേണം. അതായത് CR ദാസോ സംഗീതയോ പറയുന്നത് മാത്രം പോരാ. നിങ്ങൾ ഈ പ്രപഞ്ചങ്ങളെ കണ്ടെത്താനുള്ള പരിശ്രമം നടത്തണം എന്നുള്ളതാണ്. അതിൻ്റെ അന്വേഷണവും നടത്തണം എന്ന് നിങ്ങളോട് പറയണം. മാഷ് കുറേ പുസ്തകം എഴുതിയിട്ടുണ്ട് കേട്ടോ. മാഷ് നേരത്തെ പറഞ്ഞ പുസ്തകം എന്താണ്? ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് തന്ന കോപ്പിയായിരുന്നു. എൻ്റെ പേര് ആഗ്നേയ്. അങ്ങനെ ഈ സയൻസ് എന്നാണ് എല്ലാ ഡിജിറ്റൽ ഡിവൈസസ് ഒക്കെ ഉണ്ടായിരുന്നെ. ഡിജിറ്റൽ ഡിവൈസസ്, മൊബൈലിൽ എല്ലാ സാധനങ്ങളും സയൻസ്. അതിലൊരുപാട് സയൻസ്, പലതരം സയൻസ് പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന നെറ്റ്വർക്കുകളുണ്ട്. ആശയവിനിമയം ഇപ്പം എങ്ങനെയാണ് ചെയ്യണത്? നമ്മുടെ എന്താ പറയുക, സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച്, അതേസമയം ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ഉപയോഗിച്ച്, പലതരം സാങ്കേതികവിദ്യകൾ, റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് പലതരത്തിലുള്ള സാങ്കേതികവിദ്യകൾ ഒന്നിച്ച് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതോ പലതരത്തിലുള്ള വസ്തുക്കൾ ഒരു മൊബൈൽ എടുത്താൽ ഉണ്ടാവും. ഇതിലൊരു 300-400 പലതരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടാവും. പലതരം ലോഹങ്ങളുണ്ട്. സ്വർണം മുതൽ ഉള്ള ലോഹങ്ങളും ഒരു മൊബൈൽ ഫോണിൻ്റെ അകത്തുണ്ട്. ഇത് ഉണ്ടാക്കിയിട്ടുള്ള ഗ്ലാസ്, ഇപ്പോൾ ഇതിൻ്റെ സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ് ഗ്ലാസ് അല്ലേ നമ്മൾ സ്ക്രീൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്, അതുണ്ട്. പലതരം പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്, പലതരം റബ്ബറുകൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ സയൻസ് നിർമ്മിച്ചെടുത്ത വസ്തുക്കൾ തന്നെയാണ് ഒരു മൊബൈൽ ഫോണിലോ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളിലും ഉള്ളത്. അപ്പോൾ അത് പലതും കൂടി ചേർന്നിട്ടുള്ള പലതരം സാങ്കേതിക വിദ്യകൾ, ഫിസിക്സും കെമിസ്ട്രിയും മെറ്റീരിയൽ സയൻസും അതേപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജിയും എല്ലാം കൂടി ചേർന്നിട്ടാണ് ഒരു മൊബൈൽ ഫോണിനെ അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈസിനെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ ഒരു ഇൻ്റർനെറ്റോ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പിന്നിൽ നടക്കുന്ന വലിയ പ്രവർത്തനങ്ങളെ നമ്മൾ കാണുന്നില്ല അല്ലേ. നമ്മളൊരു ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നമ്മുടെ കയ്യിലെത്തുന്നതേ നമ്മൾ അറിയുന്നുള്ളൂ. പക്ഷേ ഇത് കാലാകാലങ്ങളിലൂടെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ഒരു സമയത്ത് ഏനിയാക്ക് എന്ന് പറയുന്ന ആദ്യത്തെ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയ സമയത്ത് അത് ഒരു കെട്ടിടം മുഴുവൻ സ്ഥലം വേണമായിരുന്നു. ഇപ്പം നമ്മളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ എത്ര കുഞ്ഞിയ സ്ക്രീനിലും നമുക്ക് ഏറ്റവും വേഗത്തിൽ ഇൻ്റർനെറ്റ് കിട്ടാവുന്ന തരത്തിലാണുള്ളത് അല്ലേ. അപ്പം അങ്ങനെ മനുഷ്യർ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് സയൻസിലെ പുതിയ പുതിയ ഡെവലപ്മെൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. എൻ്റെ പേര് ഗൗരി നന്ദ, വില്ലടം സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഇന്ത്യയിൽ സയൻസ് ഇത്ര ഡെവലപ്ഡ് ആയിട്ടും എന്തുകൊണ്ടാണ് മൈഗ്രേഷൻ കൂടുന്നത്? അത് ഇന്ത്യയുടെ ഒരു കുറവല്ലേ? സയൻസും സാമൂഹികമായ ഉന്നമനവും തമ്മിൽ ബന്ധപ്പെടുന്നില്ല എന്നുള്ളത് തന്നെ നമ്മുടെ നാട്ടിലത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. കുഞ്ഞു കുട്ടികൾക്ക് മനസ്സിലാവാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. ചേച്ചി കുറച്ച് വലിയ ആളായതുകൊണ്ട് ചേച്ചി ആ ലെവലിലുള്ള ക്വസ്റ്റിനാണ് ചോദിച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസ് ഉപയോഗിക്കുന്നതല്ലാതെ നമ്മളത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പലപ്പോഴും ആലോചിക്കാറില്ല. അത് സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട് ഉപയോഗപ്പെടുന്നുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നമാണ്. ഞാൻ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നേരിടേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, വലിയ ജനപ്പെരുപ്പമുള്ളൊരു സമൂഹമാണ്. നേരത്തെ പറഞ്ഞ പോലെ ശാസ്ത്രീയമായ മനോഭാവവും യുക്തിയൊന്നും പല മനുഷ്യരിലേക്കും എത്താത്ത സമൂഹമാണ്. തൊഴിലവസരങ്ങൾക്ക് പരിമിതിയുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളൊരു രാജ്യമായതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് തൊഴിലില്ല.
പിന്നെ ഭരിക്കുന്ന ആളുകളുടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം ഉള്ള തൊഴിൽ തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. ഇപ്പോൾ ഇലക്ഷൻ്റെ അഴിമതിയുടെ കഥകൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കേട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു രാജ്യത്തിന് പോസിറ്റീവായ കാര്യങ്ങൾ ചിലപ്പോൾ പുതിയ ആളുകൾക്ക് ഉറപ്പ് എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ തൊഴിലും ഏറ്റവും ആത്യന്തികമായി നമുക്ക് വേണ്ടത് തൊഴിലാണല്ലോ. ജീവിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കാതെ നിർത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മെച്ചപ്പെട്ട സാഹചര്യങ്ങളും തൊഴിലും തേടി പുറത്തേക്ക് പോകുന്നുണ്ടാവും. പിന്നെ നിങ്ങളെപ്പോലുള്ള പെൺകുട്ടികളെ സംബന്ധിച്ച് എന്നെപ്പോലെയും ഇന്ത്യയിലെ സമൂഹം എന്ന് പറയുന്നത് കുറേയൊക്കെ ഒരു അടഞ്ഞ സമൂഹമാണ്. കേരളം നമ്മൾ കാണും പോലെയല്ല. കേരളം കുറേയും കൂടി ജീവിക്കാൻ സുഖമുള്ള, എല്ലാ മനുഷ്യർക്കും ഒരുമിച്ചിരിക്കാൻ സൗകര്യമുള്ള, കുറേയും കൂടി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിലൊക്കെ മുന്നേറിയിട്ടുള്ള, തൊഴിലിലൊക്കെ മുന്നേറിയിട്ടുള്ളൊരു സമൂഹമാണ്. ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങൾ അങ്ങനെയല്ല. പെൺകുട്ടികൾ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുക എന്നുള്ളത് ഇവിടുത്തെ എന്താ പറയുക പലതരത്തിലുള്ള സ്ത്രീ പുരുഷ അസമത്വങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കൂടി വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അവർ പലപ്പോഴും കല്യാണം കഴിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നതും പുറത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നതും ഒക്കെ. ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. അത് സയൻസിന് മാത്രം പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല. സാമൂഹികാവസ്ഥകളും കൂടി സയൻസിലും തന്നെ, സമൂഹം സയൻസിൻ്റെ അകത്തും പ്രവർത്തിക്കും. അത് കൂടുതൽ പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ വിശദാക്കുന്നില്ല. മാം, ഞാൻ രണ്ടിലോട്ട് ചോദിച്ചോട്ടെ? ഓക്കെ. ഇപ്പോൾ എൻ്റെ ഒരു പരിമിതമായ അറിവ് വെച്ച് എൻ്റെ ഒരു അറിവിൽ വന്നൊരു കാര്യമാണ്, അമേരിക്കയിൽ സോഫ്റ്റ്വെയറുകൾ വളരെ പുരോഗമിച്ചു. അതുകൊണ്ട് തന്നെ അവിടുത്തെ അഡ്വക്കേറ്റ്സിന് ഇപ്പോൾ ജോലിയൊന്നും ലഭിക്കുന്നില്ല. കാരണം ഏതൊരു അഡ്വക്കേറ്റിനേക്കാളും നന്നായി സോഫ്റ്റ്വെയറുകൾ കേസ് വാദിക്കുകയും കോടതിയിൽ പെർഫോം ചെയ്യുകയും ചെയ്യുന്നു. ഈ സയൻസിൻ്റെ വളർച്ച ഈ ആളുകൾക്ക് ഇല്ലാതെയാകുന്നതിനൊരു കാരണമാകുന്നില്ലേ? ഒരു വശത്ത് അത് തൊഴിലുകളെ നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുവരാൻ പോകുന്ന ഈ ഒരു പ്രതിസന്ധി റിയലായിട്ടുള്ളത് തന്നെയാണ്. കാരണം വരുന്ന കാലത്ത് പ്രത്യേകിച്ച് റിപ്പീറ്റേറ്റീവായിട്ട് ആവർത്തിച്ച് നമ്മൾ ചെയ്യുന്ന പല ജോലികൾക്കും എന്ത് വേണ്ടി വരില്ല, ആളുകളെ ഈ ആവശ്യം വരില്ല. ഈവൻ ഞങ്ങൾ ടീച്ചർമാരുടെ പണിയടക്കം കുറച്ച് കാലം കഴിഞ്ഞാൽ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞങ്ങളെക്കാൾ നന്നായി പഠിപ്പിക്കുന്ന ചാറ്റ് ബോട്ടുകളുണ്ട്. ഏത് തരത്തിലും എത്ര തവണ വേണമെങ്കിൽ പറഞ്ഞു തരാൻ പറ്റുന്നത്. അത് ആദ്യം തന്നെ ഈ സമരം എ ഐക്കെതിരെ വന്നത് വാസ്തവത്തിൽ ബോളിവുഡിലെ സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കാരെന്നാ. കവിത എഴുതാൻ ഇപ്പോൾ എ ഐക്ക് പറ്റും, സുഖമായി കവിത എഴുതും, മലയാളത്തിലും എഴുതി തരും, കഥ എഴുതും. പക്ഷേ ചില കാര്യങ്ങളിൽ ഇപ്പോൾ മനുഷ്യനെ അതായത് മാനുഷികമായ ചില കാര്യങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ എ ഐക്ക് പറ്റില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ ഒരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഠിപ്പിക്കുക, കണ്ടന്റ് ട്രാൻസാക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ലല്ലോ, അതിൻ്റെ അപ്പുറത്തേക്ക് ആ കുട്ടിയോടുള്ള വൈകാരികമായ ബന്ധം, ആ കുട്ടിയെ വേറെ തരത്തിൽ മെൻറ്റർ ചെയ്യുന്നൊരു വശം കൂടിയുണ്ട്. അതിനെ റീപ്ലേസ് ചെയ്യാൻ ഒരു പക്ഷേ എ ഐക്ക് പറ്റിയേക്കില്ല. അങ്ങനത്തെ ജോലികൾ ഒഴികെ ബാക്കി ആവർത്തിച്ച് മനുഷ്യൻ്റെ ഇൻവോൾവ്മെൻറ്റ് വേണ്ടാത്ത ജോലികളൊക്കെ തന്നെ ഭാവിയിൽ ഇല്ലാതാകാനുള്ളൊരു സാധ്യത ഉണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ തൊഴിലന്വേഷണത്തിൻ്റെ രീതികളും മാറ്റേണ്ടി വരും. കഴിഞ്ഞ വർഷം ടൗൺ ഹാളിലാണ് നമ്മൾ കൂടി, കുട്ടികളുടെ കൂട്ടായ്മ അതിഗംഭീരമായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഇവിടെ കൂടുമ്പോൾ കുറയോ എന്ന് പേടിച്ചു. പക്ഷേ ഇത്രയും ആൾക്കാർ ഈ ചുരുങ്ങിയ ഇതുകൊണ്ട് ഇവിടെ കൂടി എന്നുള്ളത്, കുട്ടികളുടെ ഒപ്പം കുട്ടികളുടെ മനസ്സുള്ള മുതിർന്നവരും എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് നന്ദി പറയുന്നു. കാരണം എല്ലാ ചർച്ചകളും നടത്താൻ സമയം കിട്ടിയില്ല. പക്ഷേ ഞങ്ങളിൽ ഏൽപ്പിച്ച സമയം ഉപയോഗിച്ച് നിങ്ങളുമായിട്ട് റിയാക്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം പറയാനുള്ളത്, ഒട്ടേറെ കാര്യങ്ങൾ ഈ മാറിയ സാഹചര്യത്തിലുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിൽ നമുക്ക് ഇടപെടാൻ കഴിയും, ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് ഇടപെടാൻ കഴിയും, ഗൂഗിളിൽ നമുക്ക് ഇടപെടാൻ കഴിയും. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാൻ അതിന് മുതിർന്നവർക്കും കുട്ടികൾക്കും യോജിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. പിന്നെ ലോകത്തിലുണ്ടാകുന്ന വേദനകൾ, ഞാൻ ഗാസ നിങ്ങളോട് പറഞ്ഞു, ഗാസ മാത്രമല്ല ദുഃഖമുള്ളത്, കൂടുതൽ വേദനകൾ അനുഭവിക്കുന്ന കാര്യങ്ങളുണ്ട്. കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, വയോജനങ്ങളുണ്ട്. വാർദ്ധക്യം വസന്തം ആക്കാൻ നമുക്ക് കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കുട്ടിക്കാലം വസന്തമാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുമായിട്ട് സംവദിച്ചപ്പോൾ
നിങ്ങൾക്കും അവസരം തന്നു, പക്ഷേ എല്ലാം ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് നിങ്ങൾ കൂടുതൽ വിശാലമായ, പ്രത്യേകിച്ചും സാഹിത്യത്തിൻ്റെയൊക്കെ ഭാവനകൾ ഉപയോഗിച്ച് താളങ്ങളും ഈണങ്ങളും കഥയും കവിതയും കുട്ടികൾക്ക്, കളിയും ചിരിയും കുട്ടികൾക്ക് നൽകാനും അത് മുതിർന്നവർക്കും എത്താൻ ശ്രമിക്കണം. 2 വരി പാടി നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവർക്കും കൂടിയിട്ട് 2 വരി അവസാനിപ്പിക്കാം ഇല്ലേ? നാടൻ ഈണങ്ങളും ശീലുകളൊക്കെ ഗംഭീരമാണ്. ഒന്ന് പാടി നോക്കേൻ. തന്നാനം തന്നാനം പാടാം കൂട്ടരെ, താളം പിടിച്ചോളിൻ തന്നാനം. എല്ലാവരും തന്നാനം തന്നാനം പാടാം കൂട്ടരെ, താളം പിടിച്ചോളിൻ തന്നാനം. ഉറക്കെ. ഒന്നു ചിരിക്കുവിൻ കൂട്ടുകാരെ, നമ്മളൊന്നായി ചിരിക്കുവിൻ കൂട്ടുകാരെ. ഒന്നു ചിരിക്കുവിൻ കൂട്ടുകാരെ, നമ്മൾ കളിക്കണം കൂട്ടുകാരെ, നമ്മൾ ഒന്നായി കളിക്കണം കൂട്ടുകാരെ. പഠിച്ചത് മതി, പോയി കളിക്കാൻ നമ്മുടെ അച്ഛനമ്മമാരിപ്പോഴും പറയണില്ല. നമ്മൾ പഠിക്കണം കൂട്ടുകാരെ, നമ്മൾ നന്നായി പഠിക്കണം കൂട്ടുകാരെ. നമ്മൾ വളരണം കൂട്ടുകാരെ, നമ്മൾ നന്നായി വളരണം കൂട്ടുകാരെ. അപ്പോൾ നിങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കി. ചിരിച്ച്, കളിച്ച്, പഠിച്ച് വളരണം. ഒന്നായി വളരണം, നന്നായി വളരണം. താതത്തക്കിട തന്നാരോ തക തക്കിട തക്കിട തന്നാരോ, താതത്തക്കിട തന്നാരോ തക തക്കിട തക്കിട തന്നാരോ, താതത്തക്കിട തന്നാരോ തക തക്കിട തക്കിട തന്നാരോ. നിങ്ങളെല്ലാവരും പ്രപഞ്ചങ്ങളോളം വളരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ എന്നും കുട്ടികളായി നിങ്ങളോടൊപ്പം ഉണ്ട്. ശാസ്ത്രവും സാഹിത്യവും ഭാവനയും എന്ന ഈ ഒരു സെഷനിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ സാധ്യതകളും ന്യൂനതകളും എടുത്തു പറഞ്ഞ സംഗീത ചേനമ്പുള്ളി മാമിനും നമ്മളുടെ വൈകാരിക തലങ്ങളെ മാഷ് പറഞ്ഞ ആദ്യത്തെ 3 കാര്യങ്ങളിലേക്ക് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് സന്തോഷവും സമാധാനവും സ്നേഹവും ഒക്കെ ഉണ്ടാവണമെന്ന തിരിച്ചറിവ് തന്ന CR ദാസ് മാഷിനും അങ്ങ് ഞാൻ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. ഇതോടുകൂടി ശാസ്ത്രവും സാഹിത്യവും ഭാവനയും എന്ന ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്.